അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവരും ഇന്നത്തെ 3ാം ക്ലാസ്സിൻ്റെ വിക്ടേഴ്സ് ക്ലാസ് കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പ്രഥമ ക്ലാസ് ആയിരുന്നു ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളൊരു വർക്ക്ഷീറ്റ് പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഈ വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ അറബിക് നോട്ട് പുസ്തകത്തിൽ തന്നെ ചെയ്യാൻ ഉതകുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അയച്ചു തന്ന PDF കാണുന്ന 1ാമത്തെ പേജിൽ കാണുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ 8 സർക്കിളുകളും ആ സർക്കിളുകൾക്ക് നേരെ 8 ചതുരങ്ങളും വരയ്ക്കുക. PDF-ൻ്റെ 1ാമത്തെ പേജിൽ കാണുന്നത് പോലെ നിങ്ങൾ വരച്ചാൽ മതി. അതിലുള്ള ചിത്രങ്ങളൊന്നും നിങ്ങൾ വരയ്ക്കേണ്ടതില്ല. നമുക്കതിന് ശേഷം ഓരോ നമ്പറുകളിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. ആദ്യമായി 1 എന്ന നമ്പറിട്ട കോളത്തിൽ, ആ കോളത്തിന് നേരെയുള്ള ചതുരത്തിൻ്റെ സമീപത്തുള്ള ചിത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. 1ാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിച്ച ഒരു ഡ്രസ്സാണത്. സാധാരണ നമ്മുടെ വീടുകളിലുള്ള സ്ത്രീകൾ ധരിക്കുന്ന ഡ്രസ്സ്. അതിൻ്റെ അറബി പേര് നിങ്ങൾ ആ ചതുരത്തിൽ എഴുതണം. നിങ്ങൾ എൻ്റെ ഈ എല്ലാ ചോദ്യങ്ങളുടെ ക്ലൂവും കൃത്യമായിട്ട് കേൾക്കണം. എല്ലാ ചോദ്യങ്ങളും ഒരേപോലെയല്ല എഴുതേണ്ടത്. അതിനാൽ കൃത്യമായി ഓരോ ചോദ്യത്തിനുമുള്ള സൂചകങ്ങൾ വ്യക്തമായിട്ട് കേൾക്കണമെന്ന് പറയുകയാണ്. ഇനി നമുക്ക് 2ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 2ാമത്തെ ചോദ്യത്തിനും നിങ്ങൾ പരിചയമുള്ള നമ്മൾ ധരിക്കുന്ന തൊപ്പിയുടെ ചിത്രം ചതുരത്തിന് സമീപത്ത് കൊടുത്തിട്ടുണ്ട്. തൊപ്പിയുടെ പേരും നമ്മൾ ഈ 1ാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിച്ചതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് തൊപ്പിക്ക് അറബിയിൽ പറയുന്ന പേര് നിങ്ങൾ ആ ചതുരത്തിൽ എഴുതണം. 3ാമത്തെ ചോദ്യം പറയുന്നതിന് മുമ്പ് എൻ്റെ കൂട്ടുകാരോട് പറയട്ടെ, നിങ്ങൾക്ക് ഇതേപോലെയുള്ള വർക്ക്ഷീറ്റുകൾ ഇനിയും ലഭിക്കേണ്ടതുണ്ടാവും. അതിനാൽ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതുണ്ട്. പലർക്കും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യൽ എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല. നിങ്ങൾ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ശ്രദ്ധിക്കുക. അത് ചുവന്ന അടയാളത്തിലാണെങ്കിൽ മാത്രം, ചുവന്ന അടയാളത്തിലല്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഇതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നാണ്. ചുവന്ന അടയാളത്തിലാണെങ്കിൽ ആ ചുവന്ന അടയാളത്തിന് മുകളിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ടടുത്ത് അപ്പോൾ നിങ്ങൾക്കൊരു ബെൽ ഐക്കൺ കാണാം. ആ ബെൽ ഐക്കണിന് മുകളിൽ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുകളിൽ ഓൾ എന്ന് പറയുന്ന ഒരു എഴുത്ത് വരും. ആ ഓൾ എന്ന് പറയുന്നതിന് മുകളിൽ കൂടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ നിങ്ങളുടെ പാഠഭാഗവുമായി ബന്ധപ്പെടുന്ന, വിദ്യാഭ്യാസപരമായി ബന്ധപ്പെടുന്ന ക്വിസ് മത്സരങ്ങൾ പോലെയുള്ള പഠന സാമഗ്രികൾ, ദിനാചരണങ്ങൾ പോലെയുള്ള വർക്ക്ഷീറ്റുകൾ പോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഫോണുകളിലേക്ക് ഡീഫോൾട്ടായി കൊണ്ട് എത്തുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് 3ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 3ാമത്തെ ചോദ്യത്തിന് നേരെയുള്ളത് നമ്മളൊക്കെ ധരിക്കുന്ന ഷർട്ട് ചിത്രമാണ്. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഷർട്ടിന് അറബിയിൽ പറയുന്ന പേരെന്താണോ ആ പേര് നിങ്ങൾ ആ ചതുരത്തിൽ എഴുതണം. ഇനി 4ാമത്തെ ക്വസ്റ്റ്യനും നമ്മൾ 1ാമത്തെ യൂണിറ്റിൽ പഠിച്ച ഒരു വസ്ത്രത്തിൻ്റെ ചിത്രമാണ് അവിടെയുള്ളത്. ആ വസ്ത്രത്തിന് അറബിയിൽ പറയുന്ന പേര് തന്നെയാണ് നിങ്ങൾ 4ാമത്തെ ചതുരത്തിൽ എഴുതേണ്ടത്. 5ാമത്തെ ചോദ്യം. 5ാമത്തെ ചോദ്യത്തിന് നേരെയുള്ള ചതുരത്തിന് സമീപത്തുള്ള ചിത്രം നമ്മുടെ വീട്ടിലെ പെൺകുട്ടികളൊക്കെ ധരിക്കുന്ന വസ്ത്രമാണ്. ആ വസ്ത്രത്തിൻ്റെ പേര് നിങ്ങൾ ആ ചതുരത്തിൽ എഴുതുക. അപ്പോൾ 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾ ഒരേ പാറ്റേൺ ആണ്. 5 വസ്ത്രങ്ങളുടെ പേരുകളും അറബിയിലുള്ള പേരുകൾ നിങ്ങൾ ആ ചതുരത്തിൽ എഴുതുകയാണ് വേണ്ടത്. ഇനി 6ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. 6ാമത്തെ ചോദ്യം മറ്റുള്ളവയിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ ചതുരത്തിനെ ഫസ്റ്റ് ഭാഗം 2 ചെറിയ കോളങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ആ കോളങ്ങളിൽ ഉഖ്ത് എന്നും അഹ് എന്നും എഴുതിയിട്ടുണ്ട്.
നിങ്ങൾ 3-ാം ക്ലാസ്സിലെ കുട്ടികളാണ്. നിങ്ങൾക്കറിയാം ഉഖ്ത് എന്നതുകൊണ്ട് അഹ് എന്നതുകൊണ്ടൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അതിനുശേഷം നേരെയായിട്ട് യൽബസു ഡാഷ് അൽ ബന്തലൂൻ എന്നും എഴുതിയിട്ടുണ്ട്. അതിന് നേരെ ഒരു ബന്തലൂനിൻ്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എഴുതേണ്ടത് ആ ഡാഷ് വിട്ട ഭാഗത്ത് എന്താണോ വേണ്ടത് അതാണ് എഴുതേണ്ടത്. അതിൽ കൊടുത്തിരിക്കുന്ന ഉഖ്ത് അഹ് അതിലേതെങ്കിലും ഒന്നാണ് വരിക, നിങ്ങൾക്ക് പറയാം. പക്ഷേ അവിടെ ഒരു പ്രത്യേകതയുണ്ട്, നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചതാണ്. യൽബസു വരുമ്പോൾ വസ്ത്രത്തിനെ നോക്കിയിട്ടല്ല എഴുതേണ്ടത്. യൽബസു വരുമ്പം അവിടെ ഉഖ്ത് ആണോ അഹ് ആണോ അവിടെ ചേരുക, അതാണ് നിങ്ങളവിടെ എഴുതേണ്ടത്. ഇനി നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 7ാമത്തെ ക്വസ്റ്റ്യൻ്റെയും ഇതേപോലെ തന്നെ ഫസ്റ്റ് 2 പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. തൽബസു എന്നും യൽബസു എന്നും. അതിന് നേരെയായി ഡാഷ് അൽ ലാബ, അവിടെ വിട്ട ഭാഗത്ത് യൽബസു ആണോ വേണ്ടത് തൽബസു ആണോ വേണ്ടത്, ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിച്ചതാണ്. അതെന്താണോ വേണ്ടത് അത് നിങ്ങൾ എഴുതണം. 8ാമത്തെ ചോദ്യം, ഇതും മുകളിൽ നിന്നൊക്കെ ഒരല്പം വ്യത്യാസമുണ്ട്. നമ്മുടെ ചതുരക്കള്ളിയെ ഫസ്റ്റിലും അവസാനവുമായി 2 ചെറിയ പാർട്ടുകളാക്കി മാറ്റിയിട്ടുണ്ട്. അതിലാദ്യ ഭാഗത്ത് തൽബസു എന്നും യൽബസു എന്നും കൊടുത്തിട്ടുണ്ട്. അവസാനത്തിൽ അൽ അബ് അൽ എന്നും കൊടുത്തിട്ടുണ്ട്. അതിന് നേരെയുള്ള ചിത്രം നിങ്ങൾക്കറിയാം. നമ്മൾ 1ാമത്തെ യൂണിറ്റ് പഠിച്ച വസ്ത്രത്തിൻ്റെ പേര് തന്നെയാണ്. നിങ്ങളവിടെ സ്വന്തമായി ഒരു സെൻറ്റൻസ് നിർമ്മിച്ച് അവിടെ എഴുതണം. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച പോലെയുള്ള പദമാണ് എഴുതേണ്ടത്. ആ വസ്ത്രത്തിൻ്റെ പേര് കൂടെ കൂട്ടി യൽബസു ആണോ തെൽബസു ആണോ വേണ്ടത്, അബ്ബാണോ ഉമ്മാണോ വേണ്ടത് എന്നുള്ള രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള മറ്റു പദങ്ങളും അതിനുശേഷം എഴുതാവുന്നതാണ്. 8ാമത്തെ ചോദ്യമായി ഇതിന് നിങ്ങൾ സ്വന്തമായി നിർമ്മിച്ചൊരു പദം അവിടെ എഴുതുക. ഇതാണ് നമ്മുടെ 1ാമത്തെ വർക്ക്ഷീറ്റ്. ഇനി നമുക്ക് 2ാമത്തെ വർക്ക്ഷീറ്റ് പരിചയപ്പെടാം. 2ാമത്തെ വർക്ക്ഷീറ്റിൽ കാണുന്നത് പോലെയുള്ള പദപ്രശ്നത്തിൻ്റെ കളങ്ങൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ വരയ്ക്കുക. ഇത് വരയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് സഹായത്തിന് വേണമെങ്കിൽ നിങ്ങളുടെ രക്ഷിതാക്കളോട് പറയാം. എന്നാലും 3-ാം ക്ലാസ്സിലെ കുട്ടികൾ എന്നുള്ള അർത്ഥത്തിൽ ഇത് നിങ്ങൾക്ക് സിമ്പിളായി വരയ്ക്കാൻ കഴിയുന്നതാണ്. അത് വരച്ചതിന് ശേഷം ആ ചിത്രത്തിൽ കാണുന്നത് പോലെ യാ എന്നും മീം ഈ 2 അക്ഷരങ്ങളും എഴുതുക. മാഷിവിടെ 2 നിറങ്ങൾ മുകളിലുള്ളത് നീല നിറത്തിലും താഴെയുള്ളത് പച്ച നിറത്തിലുമാണ് വരച്ചിട്ടുള്ളത്. നിങ്ങൾ അങ്ങനെ തന്നെ വരയ്ക്കണമെന്നൊന്നുമില്ല. എന്നാലും നിങ്ങളുടെ അടുത്ത് സ്കെച്ച് കളർ ക്രയോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ വരയ്ക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗെയിം രൂപത്തിലുള്ള ഒരു ചെറിയ പദപ്രശ്നമാണ്. ആകെ 4 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ സൈഡിലുള്ള സൂചകങ്ങൾ ശ്രദ്ധിക്കുക. ഏറ്റവും മുകളിലായി 1, 3 2 നമ്പർ ഇട്ടത് നിങ്ങൾക്ക് കാണാം. 1-ന് നേരെ എങ്ങനെ എന്നും 3-ന് നേരെ ആര് എന്നും എഴുതിയിട്ടുണ്ട്. അതിന് മുകളിലുള്ള ഏരോ മാർക്ക് ശ്രദ്ധിക്കുക. താഴോട്ടാണ് ഏരോ മാർക്ക് ഉള്ളത്. അതിനർത്ഥം 1-ാമത്തെയും 3-ാമത്തെയും ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ പദപ്രശ്നത്തിൻ്റെ കോളത്തിൽ താഴോട്ടായിട്ടാണ് എഴുതേണ്ടത്. ശ്രദ്ധിക്കേണ്ടത് ഒരു കോളത്തിൽ ഒരു അക്ഷരമേ ഉണ്ടാവാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 1-ാമത്തെ ചോദ്യം നമുക്ക് എടുക്കാം. 1-ാമത്തെ ചോദ്യത്തിന് നേരെ എങ്ങനെ എന്നാണുള്ളത്. അപ്പോൾ നിങ്ങൾ പദപ്രശ്നത്തിലെ 1 എന്ന് പറയുന്ന കോളം ശ്രദ്ധിക്കുക. അത് മുതൽ താഴോട്ട് നിങ്ങൾ എങ്ങനെ എന്നുള്ളതിന് എന്താണോ അറബിയിൽ പറയുക അതാണ് നിങ്ങൾ താഴോട്ട് എഴുതേണ്ടത്. നമ്മൾ ഈ 1-ാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിച്ചതാണ് എങ്ങനെ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡിന് അറബിയിൽ എന്താണ് പറയുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് ചെറിയ സൂചകം തരാം. 3 അക്ഷരമാണുള്ളത്.
നടുവിലുള്ള മധ്യത്തിലുള്ള അക്ഷരം അവിടെ കൊടുത്തിട്ടുണ്ട്, യാ ആണ്. നിങ്ങൾ ഒന്നാമത്തെയും മൂന്നാമത്തെയും അക്ഷരം എഴുതിക്കൊണ്ട് ആ കോളം പൂർത്തിയാക്കുക. ശേഷം 3 എന്ന് പറയുന്നതിന് നേരെ ആര് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ വേർഡും നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ പഠിച്ചതാണ്. ആ ക്വസ്റ്റ്യൻ വേർഡിന് ആര് എന്നുള്ളതിന് അറബിയിൽ എന്താണോ പറയുക, ഹു എന്നുള്ളതിന് അറബിയിൽ എന്താണോ പറയുക, അത് നിങ്ങൾ മൂന്നാമത്തെ നമ്പറുള്ള കോളത്തിൽ, അവിടെ സൂചകമുണ്ട്, മീം അവിടെയുണ്ട്, ഒരക്ഷരം മാത്രം എഴുതിയാൽ മതി. അത് അവസാന താഴെയുള്ള കോളത്തിലേക്ക് എഴുതുക. അപ്പോൾ ഒന്നാമത്തെയും മൂന്നാമത്തെയും ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ എന്നുള്ളതും ആര് എന്നുള്ളതും മുകളിൽ നിന്ന് താഴോട്ടാണ് എഴുതേണ്ടത് എന്ന് ശ്രദ്ധിക്കണം. അതിനുശേഷമുള്ള 2 സൂചകങ്ങൾ 2 എന്നും 3 എന്നും കൊടുത്തിട്ടുള്ളത് എവിടെ, എപ്പോൾ. ഇത് രണ്ടും നിങ്ങൾക്ക് അതിന് മുകളിലുള്ള ഏരോ കണ്ടാൽ അറിയാം, വലത്ത് നിന്ന് ഇടത്തോട്ടാണ് എഴുതേണ്ടത്. അതും ഓരോ കള്ളിയിൽ ഒരക്ഷരം മാത്രമാണ് ഉണ്ടാകാൻ പാടുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് 2 എന്നുള്ളതിന് എവിടെ, ഇംഗ്ലീഷിൽ വേർ എന്ന് പറയുന്നതിന്, എവിടെ എന്ന് മലയാളത്തിൽ പറയുന്നതിന് അറബിയിൽ ഉപയോഗിക്കുന്ന പദം ഏതാണോ അതാണ് നിങ്ങൾ 2 എന്ന നമ്പറുള്ള പദപ്രശ്നത്തിൻ്റെ കള്ളിയിൽ നിന്ന് വലത്ത് നിന്ന് ഇടത്തോട്ടായിട്ട് എഴുതേണ്ടത്. അവിടെയും സൂചകമുണ്ട്, 3 അക്ഷരമാണെന്ന് കോളം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, നടുവിൽ യാ ആണ്. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തത് എപ്പോൾ. വെൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന, എപ്പോൾ എന്ന് മലയാളത്തിൽ പറയുന്ന പദത്തിന് അറബിയിൽ എന്താണോ പറയുക അതിൻ്റെ ഒരക്ഷരം അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന അക്ഷരം ഏതാണോ അതാണ് നിങ്ങൾ അതിൻ്റെ തൊട്ടടുത്തുള്ള കോളത്തിൽ, വലത്തു നിന്ന് ഇടത്തോട്ട് എഴുതുമ്പോൾ പോലെയുള്ള കോളത്തിൽ നിങ്ങൾ എഴുതേണ്ടത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വർക്ക്. ഇനി നമുക്ക് മൂന്നാമത്തെ വർക്ക്ഷീറ്റ് നോക്കാം. മൂന്നാമത്തെ വർക്ക്ഷീറ്റിലും നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൻ്റെ അടുത്ത പേജിൽ നിങ്ങൾ 8 വരെ നമ്പർ ഇടുക. മാഷിവിടെ 8 സർക്കിളിലായിക്കൊണ്ട് അറബിയിൽ 8 വരെ നമ്പർ ഇട്ടിട്ടുണ്ട്. അതേപോലെ 8 നമ്പറിന് നേരെയും 8 ദീർഘചതുരങ്ങൾ വരയ്ക്കുക. അതിന് നേരെയുള്ള ചിത്രങ്ങളൊന്നും നിങ്ങൾ വരയ്ക്കേണ്ടതില്ല. അതേപോലെ 7, 8 നമ്പറുകൾക്ക് നേരെ കാണുന്ന ചതുരത്തിലുള്ള ആ ചെറിയ കള്ളികളോ എഴുത്തുകളോ ഒന്നും നിങ്ങൾ എഴുതേണ്ടതില്ല. അപ്പോൾ നിങ്ങൾ 8 വരെ നമ്പർ ഇടുകയും 8 കോളങ്ങൾ വരയ്ക്കുകയും മാത്രം നോട്ട് പുസ്തകത്തിൽ ചെയ്താൽ മതി. ഇനി നമ്മൾ ഇതിൻ്റെ വർക്കിലേക്കാണ് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഒന്നാമത്തെ നമ്പറിന് നേരെയുള്ള ചതുരത്തിന് സമീപത്തായി നിങ്ങളൊരു വാഹനത്തിനെ കാണുന്നുണ്ട്. നമ്മളൊക്കെ കാണുന്ന കാറ്. അപ്പോൾ ചില ആളുകൾ നോക്കുന്നത് നമ്മുടെ ഈ യൂണിറ്റിൽ കാറ് നമ്മൾ പഠിച്ചിട്ടില്ല എന്നാണ്. 1ലോ 2ലോ ഒക്കെ നമ്മൾ കാറിൻ്റെ പേരൊക്കെ എവിടേക്കോ വന്നിട്ടുണ്ട്. പോട്ടെ, കാറിൻ്റെ പേരൊന്നും നിങ്ങൾ എഴുതണ്ട, സെയ്യാറത്തുനിന്നാണ് കാറിന് പറയുക. എന്നാലും മാഷ് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ കാറിൻ്റെ പേരൊന്നും എഴുതണ്ട. നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ യൂണിറ്റിൽ പഠിച്ചിട്ടുള്ളത് സഞ്ചാര പദങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ വാഹനവും ഏതിലൂടെയാണോ പോകുന്നത് ആ സഞ്ചാര പദങ്ങൾ. അപ്പോൾ നിങ്ങൾ കാറ് സാധാരണ യാത്ര ചെയ്യുന്ന സഞ്ചാര പദം ഏതാണോ, റോഡാണല്ലേ, ശരി. റോഡിന് അറബിയിൽ എന്താണോ പറയുക? ഇനി മാഷ് സഞ്ചാരപഥം എന്നേ പറയുള്ളൂ. ഓരോ വാഹനത്തിനെയും സഞ്ചാരപഥം മാഷ് മലയാളത്തിലോ ഇംഗ്ലീഷിലോ പറഞ്ഞു തരുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് കാറിൻ്റെ സഞ്ചാരപഥമായ റോഡിന് അറബിയിൽ എന്താണോ പറയുക അതിൻ്റെ പേരാണ് നിങ്ങൾ ഒന്നാമത്തെ കോളത്തിൽ എഴുതേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യം, അതിന് നേരെ നിങ്ങളെപ്പോഴും ആകാശത്തേക്ക് നോക്കിയാൽ കണ്ടുകൊണ്ടിരിക്കുന്ന വിമാനമൊക്കെ പോകുമ്പോൾ ആകാശത്തേക്ക് നോക്കാറില്ലേ, വിമാനത്തിൻ്റെ സഞ്ചാരപഥം ഏതാണോ അതിന് അറബിയിൽ ഏതാണോ പറയുക അത് നമ്മൾ ഈ ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റ്, 3ാം ക്ലാസ്സിൽ ഒന്നാമത്തെ യൂണിറ്റിൽ വരുന്നതാണ്. വിമാനത്തിൻ്റെ സഞ്ചാരപഥം ഏതാണോ ഇതാണ് നിങ്ങൾ രണ്ടാമത്തെ ചോദ്യത്തിന് നേരെയുള്ള കളിയിൽ എഴുതേണ്ടത്. മൂന്നാമത്തേത് ബോട്ടിൻ്റെ ചിത്രമാണ്. അപ്പോൾ ചില ആളുകൾ പറയുന്നത് ബോട്ട് നമ്മൾ യൂണിറ്റിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്നായാലും ബോട്ടിൻ്റെ സഞ്ചാരപഥം നിങ്ങൾ യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ട് മറ്റൊരു വാഹനത്തിൻ്റെ രൂപത്തിൽ. ബോട്ട് ഏതിലൂടെയാണോ യാത്ര ചെയ്യുന്നത് അതിന് അറബിയിൽ പറയുന്ന പേര് അതാണ് നിങ്ങൾ
മൂന്നാമത്തെ കള്ളിയിൽ എഴുതേണ്ടത്. ഇനി നാലാമത്തത് ഹെലികോപ്റ്ററാണ്. ഹെലികോപ്റ്റർ സാധാരണ യാത്ര ചെയ്യുന്ന സഞ്ചാരപഥം നിങ്ങൾക്കൊക്കെ അറിയാം. നാലാമത്തെ നമ്പറിന് നേരെയുള്ള കള്ളിയിൽ ഹെലികോപ്റ്ററിൻ്റെ സഞ്ചാരപഥത്തിൻ്റെ പേരെഴുതുക. അഞ്ചാമത്തത് നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന ഓട്ടോറിക്ഷയാണ്. ഓട്ടോറിക്ഷയുടെ സഞ്ചാരപഥത്തിൻ്റെ പേര് അഞ്ചാമത്തെ കോളത്തിലും. ആറാമത്തേത് ഒരു കപ്പലാണ്. കപ്പൽ ഏതിലൂടെയാണോ യാത്ര ചെയ്യുക ആ സഞ്ചാരപഥത്തിൻ്റെ പേര് ആറാമത്തെ കോളത്തിലും എഴുതണം. അപ്പോൾ 1 മുതൽ 6 വരെയുള്ളത് മാഷ് പറഞ്ഞത് ചതുരത്തിന് നേരെയുള്ള വാഹനത്തിൻ്റെ സഞ്ചാരപഥം ഏതാണോ ആ സഞ്ചാരപഥത്തിൻ്റെ പേരാണ് എഴുതേണ്ടത് എന്നാണ്. ഏഴാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക, ഒരല്പം വ്യത്യാസമുണ്ട്. ഏഴാമത്തെ ചോദ്യം ആ ചതുരത്തെ മാഷ് ആദ്യ ഭാഗവും അവസാന ഭാഗവും 2 ചെറിയ കള്ളികളാക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ ആദ്യ ഭാഗത്ത് ആ ചെറിയ കള്ളികളിൽ യസീറു എന്നും തസീറു എന്നും എഴുതിയിട്ടുണ്ട്. ഖാരിബ് എന്നും അൽ ഖിത്താർ എന്നും എഴുതിയിട്ടുണ്ട്. നിങ്ങളതിന് നേരെയുള്ള വാഹനം നോക്കുക. വാഹനത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാം. ആ വാഹനം സഞ്ചരിക്കുന്ന സഞ്ചാരപഥവും ഏതാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ഒരു സെൻറ്റൻസ് എഴുതണം. മലയാളത്തിൽ പറയുകയാണെങ്കിൽ തീവണ്ടി റെയിൽ പാളത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളത് അറബിയിൽ എങ്ങനെയാണോ എഴുതുക. അപ്പോൾ തീവണ്ടിയുടെ പേര് നിങ്ങൾ അവിടെ അവസാനം കൊടുത്ത ഖാരിബ് അൽ ഖിത്താർ അതിലേതാണോ തീവണ്ടിയുടെ പേര് അത് തിരഞ്ഞെടുക്കുക. ഖിത്താറിനെ കുറിച്ച് പറയുമ്പോൾ തസീറു ആണോ യസീറു ആണോ ഏതാണോ വേണ്ടത് അത് തിരഞ്ഞെടുക്കുക. തീവണ്ടിയുടെ സഞ്ചാരപഥത്തിന് അറബിയിൽ പറയുന്ന പേര്, സഞ്ചാരപഥത്തിന് റെയിലിന് അറബിയിൽ പറയുന്ന പേരെന്താണോ അതും നിങ്ങൾ നമ്മുടെ പാഠപുസ്തകത്തിൽ പഠിച്ചതാണ്. ഇത് 3 കൂടെ കൂട്ടി തീവണ്ടി റെയിൽ പാളത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളത് അറബിയിൽ എങ്ങനെയാണോ എന്ന് പറയുക അത് നിങ്ങളവിടെ പൂർണ്ണമായി സ്വന്തമായി എഴുതണം. ഇനി നമ്മൾ 8ാമത്തെ വർക്കാണ് പറയുന്നത്. ഇതും 7ാമത്തേതുപോലെ തന്നെ 2 പാർട്ടുണ്ട്. അതിൽ ആദ്യ ഭാഗം യസീറു തസീറു എന്നും യസീറു എന്നും അവിടെ കോളത്തിൽ കാണാം. അവസാനത്തിൽ നിങ്ങൾക്ക് ഹാഫിലത്ത് എന്നും സെയ്യാറത്ത് എന്നും അവിടെ കാണാം. അതിന് നേരെ ഒരു ബസ്സിൻ്റെ ചിത്രമാണുള്ളത്. അപ്പോൾ നിങ്ങൾ ബസ് റോഡിലൂടെ പോകുന്നു ഇതിൻ്റെ അറബി പദം സെൻറ്റൻസാണ് അവിടെ, വാചകമാണ് അവിടെ വേണ്ടത്. ബസ്സിന് അറബിയിൽ എന്താണോ പറയുക അത് നിങ്ങളുടെ ആ കോളത്തിലുണ്ട്. ആ കോളത്തിൽ എന്താണോ അത് നിങ്ങൾ കണ്ടെത്തുക. ബസ്സിൻ്റെ പേര് പറയുമ്പോൾ തസീറു ആണോ യസീറു ആണോ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം. ബസ്സിൻ്റെ സഞ്ചാരപഥത്തിന് അറബിയിൽ പറയുന്ന പേര് നിങ്ങൾക്കറിയാം. ഇത് 3 കൂടെ കൂട്ടി ബസ് റോഡിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നതിന് അറബിയിൽ എന്താണോ പറയുക അതാണ് നിങ്ങളവിടെ എഴുതേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് മറക്കരുത്. ഇതേപോലെയുള്ള വർക്ക്ഷീറ്റുകൾ, ക്വിസ് മത്സരങ്ങളുമായി ബന്ധപ്പെടുന്ന മെറ്റീരിയലുകൾ, ദിനാചരണങ്ങളുമായി ബന്ധപ്പെടുന്ന പഠന സാമഗ്രികൾ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യം വരും. നിങ്ങൾ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ശ്രദ്ധിക്കുക. അത് ചുവപ്പ് നിറത്തിലാണെങ്കിൽ മാത്രം നിങ്ങൾ അതിന് മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല, നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് ആയിരിക്കും. ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്ത് അപ്പോൾ ഒരു ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കണിന് മുകളിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറയുന്നതിന് മുകളിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഈ പഠന സാമഗ്രി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണം. ഓക്കേ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.